ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചേട്ടൻ എന്താ പുതിയ ഷർട്ടിന് ഞാൻ ആഘോഷിക്കണ്ടേ? അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പിറന്നാളൊന്നുമല്ല എങ്കിലും അബ്ചേട്ടൻ അമ്പലത്തിലേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കുളിച്ച് റെഡിയായി. പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഇടാൻ. അപ്പോൾ ഞങ്ങൾ തിരുവണിക്കാവിലേക്ക് തൊഴാൻ പോയതാണ് കേട്ടോ. പിള്ളേരൊന്നും കൂട്ടിയില്ല, അവർ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്നൊരു ശനിയാഴ്ച ആയിരുന്നേ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ശനിയാഴ്ച എന്ന് പറയാൻ പിറ്റേ ദിവസം നമുക്ക് മുടക്കാണല്ലോ. ഇതെല്ലാവർക്കും ശനിയാഴ്ച ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാണല്ലോ. വേറെ ആർക്ക് സ്പെഷ്യൽ അല്ലെങ്കിലും. അപ്പോൾ കാലത്ത് അമ്പലത്തിൽ പോയി. എൻ്റെ പിറന്നാളല്ല കേട്ടോ, ഡേറ്റ് ഓഫ് ബർത്താണ്. അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ ഇനി വീട്ടിലത്തെ പണികൾക്ക് കിടക്കട്ടെ. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ വലിയ സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഔട്ട്ഫിറ്റ് കാണിച്ചു തരാനായിട്ട് ഞാൻ ഔട്ട്ഫിറ്റിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അന്നെടുത്തൊരു റീലിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. ഒരു എലൈൻ കുർത്തിയും ഒരു സർക്കുലർ പലാസോയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കോമ്പിനേഷൻ ഇതൊക്കെ നൈസായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഈ ബർത്ത്ഡേ ആയിട്ട് ഞാൻ തയ്ച്ച ഡ്രസ്സ് തന്നെ ഇടുമ്പോൾ ഒരു ഹാപ്പിനെസ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഇതാണ് ഇട്ടിട്ടത്. അത് ബ്രേക്ക്ഫാസ്റ്റ് അഭിഷേകൻ്റെ വകയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഡേക്ക് നമ്മളൊന്നും ചെയ്യാണ്ട് നമുക്ക് റെസ്റ്റ് കിട്ടണം എന്നായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആയില്ല. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അബ്ചേട്ടൻ ഉണ്ടാക്കി തന്നത്. കരയുന്നൊന്നല്ല കേട്ടോ, സവാള നന്നാക്കിയതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കരയുന്നതാണ്. അബ്ചേട്ടൻ്റെ ഇടയിൽ ആരൊക്കെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നാലേക്ക് വന്ന സർപ്രൈസുകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഭാഗ്യട്ടാ ഞാൻ ഡ്രസ് മാറാഞ്ഞത്. ഞാൻ റീലെടുക്കാന്ന് വെച്ചിട്ട് ഡ്രസ് മാറുന്നതൊക്കെ. താങ്ക് യു ഗൈസ്. അങ്ങനെ അതെ, പിള്ളേരും അബിയൊക്കെ കൂടെ വന്നിട്ട് എന്നെ സർപ്രൈസ് ചെയ്തുട്ടാ. ഇവരെന്തോ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചായിരുന്നു. ഇവര് മുകളിലേക്കൊന്നും അങ്ങനെ കയറി വരാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഹാപ്പി ബർത്ത്ഡേ പാടാനാവും എന്നൊക്കെ കരുതിയിട്ട് ഇരുന്നിരുന്നേ. അയ്യോ പറയല്ല, അപ്പോഴത്തേക്കും മുഖത്തേക്ക് ഒരു സ്പ്രേ തന്നെയായിരുന്നു. ഞാനിത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ താഴെ വന്ന് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ പോയി. ഞാൻ അവിടെ പറയുന്നുണ്ട് ആമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് പിള്ളേർ വന്ന പോലെ ഉണ്ട്, ആമിയുടെ ഫ്രണ്ട്സ് വന്ന പോലെ ഇല്ല, എല്ലാ കുഞ്ഞു പിള്ളേരും പകരം സൈൻലബാൻ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ വർഷത്തെ ബർത്ത്ഡേ കേക്ക് ആദ്യത്തെ മുറിക്കാണ് കേട്ടോ. നിങ്ങളത് കേക്കായിട്ട് സങ്കല്പിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 3-4 ബൈറ്റ് എടുക്കുമ്പോൾ വാവ് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കഴിച്ചു. പിന്നെ ഒരു മന്ദതയായിരുന്നു കേട്ടോ ഗൈസ്. ഭയങ്കര മധുരമായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല സ്വീറ്റൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി അധികം കഴിക്കാൻ പറ്റുമായിരിക്കും. എനിക്കൊക്കെ 3-4 സ്പൂൺ കഴിക്കുമ്പോഴേക്കും അത് മടുത്തു. ഇപ്പം എനിക്ക് ഈ ആലോചിക്കുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ആ 2-3 ദിവസത്തേക്ക് എനിക്ക് മധുരം എന്ന് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു മന്നപ്പ് ഫീൽ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല മധുരമൊക്കെ കഴിച്ച് നമ്മൾ കല്യാണത്തിന് പായസമൊക്കെ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്കം വരില്ലേ, അങ്ങനത്തെ ഒരു ഉറക്കത്തിലോട്ട് ഞാൻ കടന്നു കേട്ടോ. കാരണം ഞങ്ങൾ പിള്ളേരും കൂടെ ഒന്ന് കറങ്ങാനൊക്കെ പോയി. വന്ന് കിടന്ന് ഞാൻ നല്ല അന്തസ്സായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ കാലത്ത് കുറച്ച് അല്ലറ ചില്ലറ പണികളും ഉണ്ടായിരുന്നു. പിറ്റേ 2 ദിവസം കഴിഞ്ഞ് പൂരമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രഷർ പമ്പ് കൊണ്ട് മുറ്റമൊക്കെ അടിച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ബർത്ത്ഡേയുടെ എന്നിട്ട് പണി ചെയ്യണ വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് ഞാൻ എടുക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഒരു ആക്രാന്തം തന്നെയായിരുന്നു. അത് എല്ലാവരുടെയും സ്ഥിതി ഒരു 3-4 വായ കഴിഞ്ഞോട് കൂടെ പിന്നെ എല്ലാവരും സൈഡായി. ഓ മതി. ഞാൻ അബ്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞോട്ടോ, അബ്ചേട്ടൻ ഇനി എനിക്ക് കേക്കൊന്നും മുറിക്കണം, എനിക്ക് ഇനി മധുരം വേണ്ട തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോകാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അഭി വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അന്നാ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാറിൽ കയറി ഇരിക്കുക ചെയ്തേട്ടോ. എങ്ങടാ പോണേന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം ചേച്ചി വായു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വണ്ടിയിൽ കയറിയപ്പോഴാണ് അവൻ ചേച്ചി നമുക്ക് എങ്ങടെ പോകണ്ടേ, നമുക്ക് വേഗം വരും വേണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പീച്ചിയുടെ സൈഡിലേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇതാണ് കേട്ടോ അമ്മൂസ്, അപൂർവ, അമ്മയൊക്കെ. ഇവരങ്ങനെ കാണൽ കുറവാണ്. ഇവർ തൃശ്ശൂർ ടൗണിൻ്റെ ഭാഗത്താണ് കേട്ടോ താമസിക്കുന്നത്.
അങ്ങനെ പിന്നെ പിള്ളേർ ഇവരായിട്ട് നല്ല കമ്പനിയാണ്, മിന്നും മാമിയൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. ഏകദേശം ഇവരൊക്കെ ഏജ് കൊണ്ട് ഡിഫറൻസുകൾ ഉണ്ടെങ്കിലും ഹൈറ്റ് വൈസ് ഒക്കെ എല്ലാവരും ഒരേ കാറ്റഗറിയിൽ വരുന്ന പിള്ളേരാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് വൈബ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. പക്ഷെ പട്ടി ചന്തയ്ക്ക് പോയ പോലെ അവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് തിരിച്ചു വരേണ്ട സമയമായി ഉണ്ടായിരുന്നു. ജസ്റ്റ് അവിടെ വരെ പോയിട്ട് ജസ്റ്റ് അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി ചായ കുടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ ജിപേയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാ ചെയ്തോട്ടോ. സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യമൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നേ പോയായിരുന്നു. അപ്പോൾ കാറിൽ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് പ്രശ്നമായതുകൊണ്ട് ഞാൻ അതൊന്നും എനിക്ക് ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ലോണം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് വൈബ് ചെയ്ത് പോയി. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ഉണ്ടായില്ല കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതാണ് എന്റെ പ്രതീക്ഷ, അതാണ് ഞാൻ വിളിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മൾ ഫ്രണ്ട്സായ സ്ഥലത്ത് വെച്ച് തന്നെ കേക്ക് മുറിക്കാൻ വെച്ചു. അത് ഭയങ്കര കോയിൻസിഡന്റ് ആയിട്ടാ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് കേൾക്കണം, വീടിനുള്ളിലല്ലാണ്ട്. ഞങ്ങൾ വെച്ചേ അങ്ങനെ ഞാൻ കേക്കും കട്ട് ചെയ്തു കേട്ടോ. ഇവരെനിക്ക് സർപ്രൈസ് ആയിട്ട് അവിടെ ഒളിച്ച് നിൽക്കായിരുന്നു ഗൈസ്. അവരെപ്പോൾ വന്നതാണെന്നറിയോ, ഞാനൊരു ഉറക്കത്തിൽ പെട്ടു എന്ന് പറഞ്ഞില്ലേ, ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടാണ് ഞാൻ ആനുവൽ ഡേ പ്രോഗ്രാംസ് കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെന്നെ അത്രയും നേരം അവിടെ കാത്തിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഞാൻ ഇവരുടെ സൈഡിൽ നിന്ന് ഇത്രയും ഒരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാണ്. അവിടെ വെച്ച് തന്നെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയെന്ന് റാമിയുടെ ഫ്രണ്ട്സ് അവർക്കൊക്കെ കൊടുത്തു. സ്കൂളത്തെ വാച്ച്മാൻ ചേട്ടനുണ്ടായിരുന്നു, ചേട്ടനൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. ഡോൺ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റേഫിയുടെ ഹസ്ബൻഡ്. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തുഷാരയുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ സ്ഥിരം ഞങ്ങൾ കേക്ക് മേടിക്കാറുള്ള തുഷാരയുടെ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇന്ന് പ്രോഗ്രാംസ് കാണാനായിരുന്നു. ഇതിൻ്റെയും പാട്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചിട്ട് എനിക്ക് പറ്റില്ല, വോയിസ് ഓവർ കൊടുക്കേണ്ട അവസ്ഥയാണ്, കാരണം കോപ്പിറൈറ്റ് വരും. അങ്ങനെ പിള്ളേരുടെ ഡാൻസ് കാണാൻ നല്ല രസമാണല്ലോ. എന്ത് രസമാണ് അവരുടെ ഡാൻസും പാട്ടൊക്കെ കാണാനായിട്ട്. അപ്പം ഇതാണ് കേട്ടോ കുഞ്ഞിയുടെ ടീമിൻ്റെ പെർഫോമൻസ്. അപ്പം ഞാനിതൊരു സ്പീഡ് മോഷനിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരേ. കുഞ്ഞി ശരിക്കും അവിടെ ഒരു ഓട്ട മത്സരം തന്നെയായിരുന്നു കേട്ടോ. കാരണം ഡാൻസ് ഉണ്ടായിരുന്നു, കുഞ്ഞിയുടെ വക ആങ്കറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ആമിയും ഷങ്കിനെയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ സിനിമാ താരങ്ങളുടെയൊക്കെ കൂടെ മേക്കപ്പ് മാൻമാരുണ്ടാവില്ല, ബാഗൊക്കെ പിടിച്ചിട്ട് വെള്ളമൊക്കെ കൊണ്ട്, അതുപോലെ ഇവരായിരുന്നു കേട്ടോ നടക്കണമെന്ന്. കുഞ്ഞ് ശരിക്കും സ്ട്രെസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചില സമയത്തൊക്കെ. പക്ഷേ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ കൊണ്ടാണല്ലോ ജയിക്കുക. എന്തായാലും കുഞ്ഞ് അടിപൊളിയായിട്ട് ചെയ്തു, നന്നായി ഡാൻസ് കളിച്ചൊക്കെ ചെയ്തു കേട്ടോ.
അങ്ങനെ പിന്നെ ഇവരുടെ ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആമിയുടെ സമയത്ത് ഒരു ഡാൻസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നൊന്നും ഇവർക്ക് സ്ലീവ്ലെസ് ഇടാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സ്ലീവ്ലെസ് ഉടുപ്പാണെന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു സ്ലീവ് ഉള്ള ഒരു ഇന്നറൊക്കെ ഇടിപ്പിച്ചിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ച് വന്നു. പിന്നെ മാത്രമല്ല കുട്ടികളുടെ പരിപാടി കാണാൻ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. പിന്നെ ഇവനായിരുന്നു അന്നത്തെ എൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഇവൻ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നേ. നല്ല വൈബ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സിസ്റ്റേഴ്സൊക്കെ അവൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ അതൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. നന്നായി എൻജോയ് ചെയ്ത് പല വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ട് അവൻ തകർത്തുണ്ട് എന്തായാലും. പിന്നെ അതേ ആമ്പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഓട്ടോക്കാരൻ ചേട്ടന്മാരായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആമ്പിള്ളേരെ മാത്രം ഡാൻസ്, കപ്പിൾസിൻ്റെ ഡാൻസ്, അങ്ങനെ തന്നെ പല കാറ്റഗറിയിലുള്ള പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നേ. എന്തായാലും പിള്ളേരെക്കാളും ഉപരി എനിക്ക് തോന്നുന്നത് പാരൻസ് നന്നായ രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ അത്രയും ഇങ്ങനെ കണ്ണ് വെച്ച് പിള്ളേരൊക്കെ ആദ്യത്തെ പെർഫോമൻസ് ആവുമല്ലോ, LKG പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ കണ്ണ് വെച്ച് ഇങ്ങനെ പാരൻസ് നോക്കി നിൽക്കുന്നത് കാണാൻ ഞാനൊരു സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ആമി കുറേ സ്റ്റേജിലൊക്കെ കയറിയപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കുറച്ച് കുറവാണ്. ഇപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഏത് പാട്ടാണെന്ന് തോന്നണേ? അതെ കേട്ടോ, മാങ്കുയിലെ പൂങ്കുയിലാണ്. അത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയൊരു കൊടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തലയിൽ. പിന്നെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഡാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു ട്രെൻഡ് പോലെയാണല്ലോ അല്ലേ, എല്ലാ സ്കൂളിലും പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഒരു പെർഫോമൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ടീച്ചേഴ്സ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും പ്രോഗ്രാം എന്തായാലും അടിപൊളിയായിട്ട് സമ്മാനം നമുക്ക് വേണ്ട എല്ലാം കുഞ്ഞിനെ കൈ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മേരി ജിയോയ്ക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാരൻസിനോട്. എവിടേക്കാ ഫുഡ് കഴിക്കാൻ പോണേ? ഞങ്ങൾ എവിടേക്കാ പോകുന്ന പറയട്ടെ ഗായ്സ്. ഇപ്പൊ പറയില്ല ഗായ്സ്, അവിടെ എപ്പോഴാ പോയിട്ട് കിട്ടുമെന്ന് അറിയില്ല ഗായ്സ്. ചേട്ടൻ ശരിക്കും യൂട്യൂബറുടെ ഹസ്ബൻഡ്. എങ്ങനെ പോണ്ടേ? തുറന്നിട്ടില്ല ഗൈസ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ആനുവൽ ഡേ കഴിഞ്ഞ് വേഗം ഓടിപ്പടച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് കേക്ക് 4 തന്നെ വേണ്ടായിരുന്നു. കാരണം അത്ര മധുരം കഴിച്ച് മടുത്തുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ പിന്നെ കോയിൻസിഡൻ്റലി ഹാപ്പി ബർത്ത്ഡേ എഴുതിയ ഒരു പ്ലേസ് എനിക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ആബ്ചേട്ടൻ ഞാൻ നന്നായി പറ്റിച്ചു കേട്ടോ. ഞാൻ ആബ്ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്ത് സർപ്രൈസാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ചമ്മിപ്പോയായിരുന്നു. പക്ഷേ അതല്ലെങ്കിൽ പോലും ആ സമയത്ത് അത് ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങളിത് മുഖത്ത് പ്രസാദം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോപ്പായസ് എന്നാണ് കേട്ടോ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ചിക്കൻ. പിന്നെ പിള്ളേർക്ക് ഇങ്ങനത്തെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വല്ലപ്പോഴെങ്കിലൊക്കെ വാങ്ങിച്ച് കൊടുക്കണമല്ലോ. ഞങ്ങൾക്കും ഇഷ്ടം. ഓവറായിട്ട് കഴിക്കൊന്നുമില്ല ഞങ്ങൾ, പക്ഷെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്ന രസമല്ലേ. അങ്ങനെ ഞങ്ങൾ അബീനെയും കൂട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേയുടെ ഡേ സ്പെഷ്യലാക്കി തന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ വീണ 2 ദിവസം മുന്നേ എനിക്കൊരു സർപ്രൈസ് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിന് അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട് വരാട്ടാ. എനിക്ക് വീണൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാ. അവർക്ക് തരാനായിരുന്നു വിളിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ വിത്ത് ലവ് വീണ. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ. ഓപ്പൺ ചെയ്യാട്ടാ. വൈലറ്റ് അല്ല മേടിക്കണം പറഞ്ഞു. എനിക്ക് വൈലറ്റ് മേടിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. ബ്ലൗസ് ഉണ്ട്, പക്ഷേ ഈ വൈലറ്റ് അല്ലല്ലോ. ബ്ലൗസ് തയ്ക്കാണെങ്കിൽ കുമ്പനി കൊടുക്കണം. ഈ കളറില്ല. ഇതൊരു റോസ് ഗോൾഡ് കൊള്ളാം. അപ്പോൾ ഗൈസ് എൻ്റെ ബർത്ത്ഡേ ഇവിടെ അവസാനിക്കണം കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഇന്ന് എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ കുറേ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഉച്ചയ്ക്ക് പോകണം, തന്നെ പോയി ഫുഡൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചതാ. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ വിചാരിക്കാത്ത പോലത്തെ കുറേ കാര്യങ്ങൾ നടന്നു. എനിക്ക് സർപ്രൈസുകൾ കിട്ടി. എനിക്ക് വേണ്ടി കുറച്ച് പേരെങ്കിലും ഒരു എഫേർട്ട് എടുത്തു എന്ന് പറയുമ്പോൾ അതിലുപരി സന്തോഷം വേറെ എന്താ ഉള്ളതല്ലേ. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അഭിചേട്ടനായാലും ഇന്നലെ തൊട്ടിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. ചെറിയൊരു എഫേർട്ട് നമുക്ക് വേണ്ടി എടുക്കുമ്പോൾ സന്തോഷമല്ലേ. പിള്ളേരായാലും പിന്നെ എനിക്ക് കുറേ പേര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലായാലും. ആ സ്റ്റോറി ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എഫേർട്ട് അവരിടണമല്ലോ.
അപ്പം എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എനിക്ക് അബിയും പിള്ളേരും പിന്നെ അബ്ചേട്ടനായാലും സ്റ്റേഫി അനാമി ആയാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സർപ്രൈസുകൾ തന്നിട്ടാണ്. ഫസ്റ്റ് എനിക്ക് അത് വീണയാണ് കേട്ടോ. വീണ ടൗണിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ട് അവൾ എനിക്ക് സെറ്റ് മുണ്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഷോർട്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അത് ഓപ്പൺ ചെയ്യണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ പറ്റാന്ന് പറയണത് ഭയങ്കര സന്തോഷമാണ്. അത് എനിക്ക് വരുത്തിയ ഞാൻ പല ചേഞ്ച് കൊണ്ടാണ് എനിക്ക് ഇത്രയും സ്നേഹമുള്ളവരെൻ്റെ ചുറ്റുമുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പണ്ട് ഇങ്ങനെ വലിയ ആക്റ്റീവ് എന്നല്ല, ഞാൻ സോഷ്യലി അങ്ങനെ ആരുടെ അടുത്തും അങ്ങനെ പെരുമാറാറില്ല. പക്ഷെ ഇപ്പം ഞാൻ കുറേയൊക്കെ സോഷ്യലി എല്ലാവരുടെ അടുത്ത് സംസാരിക്കാനായാലും ഇതിന് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവർക്കും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ, എനിക്ക് അത്ര പറയാനുള്ളൂ. കാരണം ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്, പിന്നെ എൻ്റെ പിറന്നാൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ വലിയ വ്ളോഗൊന്നും ചെയ്യാൻ പോകണമെന്നില്ല, നോക്കട്ടെ അന്ന് എന്തെങ്കിലും. പിന്നെ അത് ചൊവ്വാഴ്ചയാണ് വരുന്നത്, അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും എടുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എത്രത്തോളം വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, എഡിറ്റ് ചെയ്യുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ, നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചുള്ള ഒരു വ്ളോഗ് ഇട്ടിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു 3000-ന്റെ അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ ഇനി നമുക്ക് വാച്ച് അവർ ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഗൈസ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.